ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ട്രേഡിംഗ് ഒക്കെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ഒന്ന് നോക്കാം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നമ്മൾ ഇന്നലെ വിചാരിച്ചതിൽ നിന്നും ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിന് കാരണം വേറൊന്നുമല്ല, യു എസിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസസ് ആയിരുന്നു. അതായത് യു എസിന്റെ മാനുഫാക്ചറിംഗ് ഡാറ്റ നമ്മുടെ ഞായറാഴ്ചത്തെ തിങ്കളാഴ്ചത്തേക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചറിംഗ് ഡാറ്റ നല്ല പോസിറ്റീവായിട്ടാണ് വന്നത്. അതായത് 54.20% ആണ് വന്നിരിക്കുന്നത്. അതായത് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് യു എസ് ഡാറ്റയിൽ കണ്ടത്. അതിനനുസരിച്ചിട്ട് തന്നെ യു എസ് ഡാറ്റ പോസിറ്റീവായത് കാരണവും അതുപോലെ തന്നെ അവസാന 2 ആഴ്ചകളിലെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ കൊറോണ റേറ്റ് ആണ്, അല്ലെങ്കിൽ കൊറോണയുടെ റിപ്പോർട്ടിംഗ് ആണ് നടന്നത്. അതുപോലെ തന്നെ ടെക് സ്റ്റോക്കുകളിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു റാലി യു എസ് മാർക്കറ്റിൽ ഇന്നലെ കാണാൻ പറ്റി. MNC ആയിട്ടുള്ള ആപ്പിളിന്റെ ഷെയർ ഏകദേശം ഓൾ ടൈം ഹൈ അടിച്ച് $435 ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഷെയറുകളിലും 5.60% അപ്സൈഡ് ഉണ്ടായി. ഇതൊക്കെ ടെക് റാലി ഉണ്ടായി. അതുപോലെ തന്നെ എക്കോണമിക് ഡാറ്റ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ യു എസ് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി യൂറോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റും എല്ലാം പോസിറ്റീവ് ആയിരുന്നു. ജർമ്മനി 2.7%, അതുപോലെ തന്നെ UK 2.29%, ഫ്രാൻസ് എല്ലാം തന്നെ പോസിറ്റീവ് മോഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏഷ്യൻ വിപണികൾ രാവിലെ തന്നെ പോസിറ്റീവ് നോട്ട് തന്നെ ഓപ്പൺ ചെയ്തു. ഇതൊക്കെ സെന്റിമെന്റ്സ് പോസിറ്റീവ് ആക്കിയപ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഏതായാലും പോസിറ്റീവ് മൂഡിൽ തന്നെ ഓപ്പൺ ആയി. നിഫ്റ്റി ഓപ്പൺ ആയത് 10,946 ഇന്നലെ നമ്മളെ ക്ലോസിംഗ് കിട്ടിയത് 10,891. അവിടുന്ന് ഏകദേശം 50 പോയിന്റ് കയറിയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 11,112 വരെ പോയിട്ട് അതിനിടയിൽ ഒരു ലോ 10,908 എന്നുള്ളൊരു ലോ ഉണ്ടാക്കുകയും ചെയ്തു. നമ്മുടെ ഇന്നലത്തെ ലെവല് 10,880 അല്ലെങ്കിൽ 860 ലെവലിൽ 21 ഡേ കട്ട് ചെയ്യും, അല്ലെങ്കിൽ 800 വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ ലെവലിലേക്ക് വന്നില്ല. അവിടുന്ന് തന്നെ ബേസ് ചേഞ്ച് ചെയ്തിട്ട് ഒരു ഹൈ ആയിട്ടുള്ള 11,112 ഉണ്ടാക്കി. അതിനുശേഷം 11,095, 11,100 താഴെയാണ് ഇപ്പൊ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ റേഞ്ച് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഒരു നിഫ്റ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 10,880, അതായത് അതിന്റെ മൂവിംഗ് ആവറേജസ് ആയിട്ടുള്ള 200 മൂവിംഗ് ആവറേജിന് അടുപ്പിച്ചിട്ടുള്ള 10,880, അതുപോലെ തന്നെ 11,350 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് നിഫ്റ്റി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 10,880, 11,350 ഇതാണ് നമ്മൾക്ക് ഇപ്പോൾ കാണുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് വരുമെന്നല്ല, ആ ഒരു ബേസ് ഷിഫ്റ്റിംഗ് ആണ്. അതിന് മുകളിലേക്കോ അതിന് താഴേക്കോ ഉള്ള ക്ലോസിംഗ് ആണ് നമ്മളെ സംബന്ധിച്ചിട്ട് നിർണായകം എന്ന് പറയുന്നത്. 11,200, 11,350 നമ്മൾ നാളെ ശ്രദ്ധിക്കാൻ പോകുന്ന റേഞ്ച്. ഇന്ന് പ്രധാനമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ റാലി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് ലീഡ് ചെയ്തത്. നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഹെവി വെയിറ്റ് ആയിട്ടുള്ള റിലയൻസ് ഇൻഡെക്സ് ലീഡ് ചെയ്തു എന്നുള്ളതാണ്. റിലയൻസിന്റെ 2-3 പോസിറ്റീവ് ന്യൂസ് വന്നു. ഒന്ന്, ഫ്യൂച്ചർ ഗ്രൂപ്പുമായിട്ടുള്ള അവരുടെ ഡീലിംഗ്സ് അവസാന ഘട്ടത്തിലാണ്. ഫ്യൂച്ചർ ഗ്രൂപ്പിനെ ഏറ്റെടുക്കാനുള്ള അവസാന ശ്രമത്തിലാണ്, അവസാന റൗണ്ട് ചർച്ചകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തു വന്നു. അതിനു പുറമെ അവര് ഒരു ഓൺലൈൻ ഫാർമ കമ്പനിയെ നെറ്റ്മെഡ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിയെ അവർ എക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത. അതുവഴി അവര് പല റൂമേഴ്സ് ആണ് മാർക്കറ്റിൽ സ്പ്രെഡ് ആയത്. അതുവഴി ഓൺലൈൻ മെഡിക്കൽ ഫെസിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ കമ്പനി റിലയൻസിന്റെ കയ്യിൽ വരുന്നതോടുകൂടി കോവിഡ് വാക്സിൻ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള റൂമേഴ്സ് മാർക്കറ്റ് സ്പ്രെഡ് ആയി. അതുപോലെ തന്നെ റിലയൻസ് വളരെ നല്ല രീതിയിൽ റാലി ലീഡ് ചെയ്തു. 2,050-60 റേഞ്ചുകളിൽ നിന്ന് വന്നിട്ട് 2,150 മുകളിലേക്കൊക്കെ റിലയൻസ് പോകുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ആ ഒരു നല്ലൊരു, പിന്നെ HDFCയെ സംബന്ധിച്ചിട്ട് നല്ല ന്യൂസുകൾ പുറത്തു വന്നു. RBI അവരുടെ പുതിയ MD അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ജഗദീഷ് പുതിയ RBI പുതിയ അവരുടെ MDക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആദിത്യപുരി റിട്ടയർ ആവുന്ന ഒഴിവിലേക്ക് അവരുടെ പുതിയ MDയെ അപ്രൂവ് ചെയ്തു എന്നുള്ള വാർത്തയും പുറത്തേക്ക് വന്നു. അതോടുകൂടി തന്നെ മാർക്കറ്റിനെ ഇവർ രണ്ടുപേരും തന്നെയാണ് ലീഡ് ചെയ്ത് കൊണ്ടുപോയത്. അതിനുശേഷം ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി വന്നു. അതായത് മാർക്കറ്റിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന പുതിയ ഡാറ്റകളിൽ, അല്ലെങ്കിൽ കമ്പനിയിലെ പ്രോഫിറ്റുകളിലും കാണിക്കുന്ന വർധനവ് കാണിക്കുന്നത് ഇന്ത്യയിലെ വേഴ്സ്റ്റ് ടൈം കഴിഞ്ഞു, ഇനി നമ്മളെ എക്കോണമി റിക്കവറി പാതയിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അതോടുകൂടി ബന്ധപ്പെട്ട് മൊത്തം മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് മാറി.
ഷോർട്ട് കവറിങ്. പിന്നെ മാത്രമല്ല മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നടക്കുന്നുണ്ട്, ഇന്ന് തുടങ്ങി. അപ്പൊ അതിൽ നിന്നും എന്ത് ഔട്ട്കം ആണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ബാങ്ക് നിഫ്റ്റിയിലെ ഉണർവ് പ്രകടിപ്പിച്ചത്. അതുവഴി ബാങ്ക് നിഫ്റ്റിയിലെ ഷോർട്ട് കവറിങ്സ് ഒക്കെ കട്ട് ചെയ്തു ബാങ്കിങ് സ്റ്റോക്കുകൾ മുന്നോട്ട് പോയി. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ICICIയുടെ സ്റ്റോക്കുകൾ, അതുപോലെ ICICIയുടെ ഷെയർ, അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ ഷെയർ HDFC ലീഡ് ചെയ്തു മുമ്പിൽ നിന്നിട്ട്. അങ്ങനെ എല്ലാ ഹെവി വെയിറ്റും നമ്മുടെ ഫ്രണ്ട് ലൈൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ലീഡ് ചെയ്തതിന് ഫലമായിട്ട് നിഫ്റ്റി ബാങ്കിലും ഷോർട്ട് കവറിങ് കണ്ടു. അതിന്റെ ഫലമായിട്ട് നിഫ്റ്റി ബാങ്കും മുകളിലേക്ക് കയറി വന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് റാലിക്ക് ബേസ് ആയിട്ടുള്ള കാരണങ്ങൾ. പിന്നെ ഇനി ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് ആദ്യം. വരുൺ ബിവറേജസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 64% ഡിപ്പാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ടും ഒരു ഇന്ററിം ഡിവിഡൻഡിന് കമ്പനി 5 രൂപയോ മറ്റോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ററിം ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രോഫിറ്റിൽ 64% ഇടിവാണ് കാണിച്ചിരിക്കുന്നത്. എറിക് ലൈഫ് സയൻസ് സ്റ്റോക്ക് ഒരുപാട് നല്ല രീതിയിൽ റാലി ചെയ്ത് വന്നിട്ടുണ്ട്. ഏകദേശം അവരുടെ നെറ്റ് പ്രോഫിറ്റിലെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 6% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 89 കോടി രൂപയാണ് പുതിയ പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഡിക്സൺ ടെക്നോളജീസ് നമ്മൾ 2-3 ദിവസമായിട്ട്, 2-3 ദിവസമല്ല, ഒരു 1-2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്ക് നമ്മുടെ റഡാറിൽ തന്നെയാണ്. എല്ലാവരും അതിശയിപ്പിക്കുന്ന തരത്തിൽ മുന്നേറിയ ഒരു സ്റ്റോക്കായിരുന്നു. ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ഷവമി പോലുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ടെലിവിഷൻ സെറ്റുകൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകളൊക്കെ ഇവർ ബന്ധമുണ്ടായിരുന്നു. അവരുടെ റിസൾട്ട് വന്നു, പക്ഷെ നിരാശപ്പെടുത്തുന്ന റിസൾട്ടാണ്. 93.2% കുറവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നാളെ ഇത് ചിലപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യാൻ സ്റ്റോക്കിൽ ചിലപ്പോൾ ഇത് നാളെയും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ധനലക്ഷ്മി ബാങ്കിന്റെ റിസൾട്ട് വന്നു. 4.32% ഇടിവാണ് പ്രോഫിറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഏകദേശം സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് ആണ് ഇത്. അത് ഏകദേശം 60%-ലധികം ഇടിവ് കാണിച്ചിട്ടുണ്ട്. അതും ഏതായാലും നല്ല റിസൾട്ട് അല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച. പിന്നെ പല ന്യൂസുകൾ മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്പൈസ് ജെറ്റ്, ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രൈവറ്റ് സെക്ടർ കാരിയർ ആയിട്ടുള്ള, ഡൊമസ്റ്റിക് കാരിയർ ആയിട്ടുള്ള സ്പൈസ് ജെറ്റിന് ലണ്ടൻ എയർപോർട്ടിൽ ഒരു സ്ലോട്ട് കിട്ടിയിരിക്കുന്നു. ടെമ്പററി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള, ഇന്ത്യ UK ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെമ്പററി സ്ലോട്ട് കിട്ടിയിരിക്കുന്നു. അത് 1 സെപ്റ്റംബർ മുതലുള്ള സ്ലോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ആണ്. പക്ഷെ അത് കമ്പനി പറഞ്ഞ് അത് മാർച്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഒരു സ്പൈസസിനെ പറ്റിയിട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ദിലീപ് ബിൽഡിക്കോൺ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിട്ട് 2 പ്രധാനപ്പെട്ട ന്യൂസുകളാണ് ഇന്ന് മാർക്കറ്റിൽ പുറത്തു വന്നത്. ഒന്ന്, കമ്പനിയാണ് ഏറ്റവും കുറവ് കൊട്ടേഷൻ വെച്ചിരിക്കുന്നത്. ഏതിന്? NH 363, അതായത് റബേൽ ബണ്ട് മുതൽ തെലങ്കാന വരെയുള്ള ഒരു നാഷണൽ ഹൈവേ 4 ലൈൻ പ്രൊജക്ടിന് 1140 കോടി രൂപയുടെ ഒരു കരാർ വെച്ചിരിക്കുന്നു. കമ്പനിക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. കാരണം അവരാണ് ലോവസ്റ്റ് ബിഡർ ആയിട്ടുള്ളത്. ഈ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മാസം കൊണ്ട് ഈ കമ്പനി ഈ പ്രൊജക്ട് പൂർത്തിയാക്കുകയും വേണം. അതിനുശേഷം 15 വർഷമാണ് ഈ കമ്പനിക്ക് ഇത് ഓൺ ചെയ്തിട്ട് BOT അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്നത്. 15 വർഷം ടോൾ പിരിക്കാനുള്ള അവകാശമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ കമ്പനി ദിലീപ് ബിൽഡിക്കോൺ എന്ന് പറയുന്ന കമ്പനി ഒരു HCC ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടുള്ള ഒരു JV വെച്ചിട്ട് 1330 കോടിയുടെ ഏറ്റവും ചെറിയ ബിൽഡിംഗ് ഉത്തരാഖണ്ഡിലും നടത്തിയിരിക്കുന്നു. 50 മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം ടണലും ബ്രിഡ്ജൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രോജക്റ്റും കമ്പനിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കമ്പനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ന്യൂസ് നമ്മുടെ സ്റ്റോക്കിൽ റിഫ്ലക്ട് ചെയ്യും. പക്ഷെ അത് എപ്പോഴാണ് അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. പക്ഷേ ഈ കമ്പനിയെ നിങ്ങൾ നോക്കി വെക്കുക, ദിലീപ് ബിൽഡിക്കോൺ. ഈ 2 കമ്പനിയുടെ 2 പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്യുന്ന സ്ഥിതിക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് ഈ കമ്പനിയിലെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് റോഡ് കൺസ്ട്രക്ഷൻ ആണ്. റോഡ്, അതുപോലെ തന്നെ ഡാം ബ്രിഡ്ജസ്, ടണലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ദിലീപ് ബിൽഡിക്കോൺ എന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBIയുടെ അപ്രൂവൽ കിട്ടിയിരിക്കുന്നു. ശശിധർ ജഗദീശനെ പുതിയ CEO MD ആയിട്ട് HDFC രാജ്യത്തെ 2ാമത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെന്റർ ലെൻഡർ എന്ന് പറയാം നമുക്ക്, അവരെ നിയമിച്ചിരിക്കുന്നു. അത് ആദിത്യപുരി 26 ഒക്ടോബറിന് 70 വയസ്സായതുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്യുകയാണ്. കാരണം RBIയുടെ പുതിയ നിയമപ്രകാരം 70 വയസ്സിന് ശേഷം നമുക്ക് ബാങ്കിന്റെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് അവരുടെ ഷെയറുകളും കാര്യങ്ങളൊക്കെ വിറ്റത്. അല്ലാതെ HDFCയിൽ നെഗറ്റീവ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ നന്നായി ക്ലാരിഫൈ ചെയ്തതാണ്. അപ്പോൾ അത് ഒരു അപ്രൂവൽ, ഒരു പോസിറ്റീവായിട്ട് എടുത്തു. പുതിയ MDക്ക് ആദിത്യപുരി പല ഡെഡ് ലൈൻസും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ്, അതുപോലെ തന്നെ റൂറൽ പ്രസൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് ഒരു ഗൈഡ് ലൈനായിട്ട് ആദിത്യപുരി പല കാര്യങ്ങളും കൊടുത്തു എന്നുള്ളതാണ് കേട്ടത്. അതുപോലെ തന്നെ നെസ്ലെ ബാങ്ക് ഓഫ് അമേരിക്കയുടെ സെക്യൂരിറ്റി വിഭാഗം ബ്രോക്കിംഗ് ഫേം അവരെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്.
അവരുടെ 18,500 ഈ കമ്പനി, ഈ ബാങ്ക് ഓഫ് അമേരിക്ക ഇതുവരെ ന്യൂട്രൽ സൈഡ് ആയിരുന്നു, നെസ്ലയെ സംബന്ധിച്ച് ന്യൂട്രൽ സൈഡ് ആയിരുന്നു. ആ ന്യൂട്രൽ സൈഡ് മാറ്റി ബൈ സൈഡിലേക്ക് വന്നിരിക്കുന്നു. അവർ റെക്കമെൻഡേഷൻ ബൈ ആക്കി മാറ്റിയിരിക്കുന്നു. 18,500 ബാങ്ക് ഓഫ് അമേരിക്ക നെസ്ലേക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. ഏകദേശം 6%-7% അപ്സൈഡാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ LNT നമ്മുടെ ടെക്നോളജി കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള MNC ആയിട്ടുള്ള നമ്മുടെ സ്വന്തം LNT, അതില് മൈക്രോസോഫ്റ്റുമായിട്ടുള്ള അവരുടെ കരാറ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പുതിയ രീതിയിലുള്ള ബിൽഡിംഗ്, അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷനും മറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ മൈക്രോസോഫ്റ്റുമായിട്ടുള്ള ടൈപ്പ് കമ്പനിയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഓൾറെഡി അവർ ടൈപ്പിലാണ്, അത് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് മാത്രമാണ്. അതും LNTയെ സംബന്ധിച്ചിട്ടൊരു പുതിയ ന്യൂസാണ്. ഭാരത് ഫോർജ് എന്ന് പറയുന്ന കമ്പനി 500 കോടി രൂപയുടെ ബോണ്ട് ഇഷ്യൂ വഴി കമ്പനി ക്യാപിറ്റൽ സ്വരൂപിക്കാൻ അല്ലെങ്കിൽ പണം സ്വരൂപിക്കാൻ ശ്രമിക്കുന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലികോം എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെയേറെ പ്രാധാന്യം വരും. BHEL പോലുള്ള കമ്പനികൾ, BEL പോലുള്ള കമ്പനികൾ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 105-110 റേഞ്ചിലേക്ക് അടുത്ത് തന്നെ വരും. കാരണം ഇന്നൊരു പോസിബിലിറ്റി 98-99% ലെവലിൽ നിന്നൊരു അപ്സൈഡ് കാണിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 105-110 ലെവലുകളിലേക്ക് പോകും. കാരണം ഭാരത് നെറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ അനൗൺസ് ചെയ്തതാണ്. അതിൽ പ്രകാരം ഏകദേശം 2,55,000 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നെറ്റ് കണക്ടിവിറ്റി, അത് BSNL ആണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ടെലികോം ഓപ്പറേറ്റർ സൈഡിലല്ല നോക്കേണ്ടത്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട എക്യുപ്മെന്റ്സും കാര്യങ്ങളും ചൈനയിൽ നിന്നും പർച്ചേസ് ചെയ്യരുത്, ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെ വാങ്ങണം എന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയും മറ്റുള്ള ടെലികോം എക്യുപ്മെന്റ്സ് മാനുഫാക്ചറേഴ്സുടെ അസോസിയേഷനും ഭാരത് സർക്കാരിനോട് നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രീതിയിൽ അംഗീകരിക്കുകയാണെങ്കിൽ BHEL, BEL പോലുള്ള കമ്പനികൾക്ക് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പം ടെലികോം എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് സ്റ്റോക്ക് നമ്മുടെ റഡാറിൽ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. സൺഫാർമ ഇന്നലെ നമ്മുടെ ബൈക്കോൾ ആയിരുന്നു 520 റേഞ്ചിൽ. ഞാൻ പറഞ്ഞിരുന്നു സൺഫാർമ അധികം റിട്ടേൺ നൽകാതെ ഇൻവെസ്റ്റേഴ്സിനെ നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ്. വരുന്ന ദിവസങ്ങളിൽ സൺഫാർമയെ സംബന്ധിച്ച് നമുക്ക് പോസിറ്റീവ് ന്യൂസ്, ഇന്ന് നമുക്ക് 530 ലെവലുകളിലേക്ക് സൺഫാർമ വരുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. സൺഫാർമയെ സംബന്ധിച്ചുള്ള ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഫ്ലൂ ഗാർഡ് എന്ന് പറയുന്ന അവരുടെ ഒരു ബ്രാൻഡ് ഇതിൽ ഫാബ്രിപോൺ എന്ന് പറയുന്ന 35 രൂപയുടെ 200 mg ഒരു മരുന്ന് പുറത്തിറക്കിയിരിക്കുന്നു. ഇതാണ് ഇന്ത്യയിൽ ഇപ്പം നിലവില് ഒരു ആന്റി വൈറൽ ട്രീറ്റ്മെന്റ് ഡ്രഗ് ആയിട്ട് നമ്മുടെ കൊറോണ വൈറസിന് എതിരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് താഴത്തെ, അതായത് പറഞ്ഞിരിക്കുന്ന മൈൽഡ് ടു മോഡറേറ്റ് കോവിഡ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രഗ് ആയിട്ട് ഇന്ത്യയിൽ അപ്രൂവലുള്ള ഒരേ ഒരു മെഡിസിൻ സൺഫാർമയുടെ ഈ ഫ്ലൂ ഗാർഡാണ്. അത് 35 രൂപയാണ് വില, 200 mg ആണ് ഇതിന്റെ ഡോസ്. ഇത് നല്ലൊരു രീതിയിൽ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുന്ന സൺഫാർമ ഉറപ്പുണ്ട്. അത് സൺഫാർമയെ സംബന്ധിച്ചിട്ട് നല്ലൊരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ ലുപിൻ ഞാൻ അന്ന് ഞായറാഴ്ചത്തെ ഔട്ട്ലുക്കിൽ പറഞ്ഞതാണ്, ലുപിന്റെ ചാർട്ട് പോസിറ്റീവാണ്, 1000-ലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത്. ലുപിന് 2 അപ്രൂവലാണ് USFDAയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. നല്ലൊരു രീതിയിലുള്ള സെയിൽസ് ഈ കമ്പനിയിൽ ലുപിന് ഈ ഒരു പർട്ടിക്കുലർ മരുന്നുകൊണ്ട് ഈ ഏകദേശം 2020 അവസാനത്തോടുകൂടി നല്ലൊരു രീതിയിലുള്ള റവന്യൂ ആണ് ഈ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. HDALന്റെ ഇൻസോൾവൻസി പ്രോസസ്സസ് കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട HDALനെ ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്, അതായത് അതിനെ കടക്കണിയിലായി കമ്പനി ക്ലോസ് ചെയ്യാനുള്ള ഏകദേശം സമയമായിരിക്കുന്നു. അതിന് ബിഡ് ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ബിഡേഴ്സാണ്. അദാനി പ്രോപ്പർട്ടീസ് ഉണ്ട്, സൺടെക് റിയാലിറ്റി, ഇവരാണ് അതിൽ പ്രധാനപ്പെട്ടത്. പിന്നെ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള പല പ്രൈവറ്റ് റിയാലിറ്റി പ്ലെയേഴ്സും അതിന് വേണ്ടിയിട്ട് ബിഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. മർക്കൻസ് ഫാർമ എന്ന് പറയുന്ന കമ്പനിയെ സൂക്ഷിക്കണം. കാരണം അത് നല്ലൊരു പോസിറ്റീവ് റിസൾട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 35-40 രൂപയ്ക്ക് ഇടയ്ക്കുള്ള ഒരു ഫാർമ സ്റ്റോക്കാണ്. നല്ല റിസൾട്ടാണ്, അതിന് ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക, മർക്കൻസ് ഫാർമ. അതുതന്നെ ലിക്കർ കമ്പനികൾ പോസിറ്റീവ് നോട്ടിലേക്ക് വരുന്നു. കാരണം നാളെ ബുധനാഴ്ച മുതൽ ബോംബെയിൽ ലിക്കർ ഷോപ്പുകൾ ഔട്ട് സെയിൽസ് അല്ലെങ്കിൽ കൗണ്ടർ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഗവൺമെന്റ് ഉത്തരവ് വന്നിരിക്കുന്നു. പിന്നെ നാളെ മുതലാണ് PVR, ഇനോക്സ് ലെഷർ പോലുള്ള കമ്പനികളുടെ നാളെ സൂപ്പർ മാർക്കറ്റുകളും ജിമ്മുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത്. തൽവാക്കേഴ്സ് പോലുള്ള കമ്പനികൾ കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസമായിട്ട് പെന്നി സ്റ്റോക്കാണ്, 2-3 രൂപയുടെ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്രീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ന്യൂസ് ഞാൻ പറഞ്ഞു. ഓൺലൈൻ ഫാർമ കമ്പനിയായിട്ടുള്ള നെറ്റ് മെഡിസിനുമായിട്ടുള്ള ഡീല്, അതുപോലെ തന്നെ ഫ്യൂച്ചർ റീറ്റെയിലുമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രൂപ്പുമായിട്ടുള്ള ട്രേഡിന്റെ അവസാനത്തെ ഘട്ടത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന വേറൊരു കാര്യം നാളത്തെ റിസൾട്ടുകളാണ്. നാളെ റിസൾട്ടുകൾ ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് നാളെ വരാനുണ്ട്. അദാനി ഗ്യാസ്, അപ്പോളോ ടയർസ്, ബിർള സോഫ്റ്റ്, കാഡില ഹെൽത്ത് കെയർ, ശ്രദ്ധിക്കേണ്ട റിസൾട്ടാണ് കാഡിലയുടെ റിസൾട്ട്. കാനറ ബാങ്ക്, സിയറ സാനിറ്ററി വെയർസ്, ദ്വാരിക ഷുഗർ, EID പാരിബാർ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഹോക്കിൻസ് കുക്കർ,
ഇനോക്സ് ലെഷർ, JK ലക്ഷ്മി സിമെന്റ്, അതുപോലെ തന്നെ ജ്യോതി ലാബ്, PNB ഗിൽഡ്, ശക്തി പമ്പ്, VIP ഇൻഡസ്ട്രീസ്, ഇത്രയും കമ്പനികളുടെ റിസൾട്ട് നാളെ വരാനുണ്ട്. അതുപോലെ തന്നെ മറ്റന്നാൾ, അതായത് നാളെ കഴിഞ്ഞുള്ള അടുത്ത ദിവസത്തേക്കുള്ള റിസൾട്ട് കൂടി വരാനുള്ള കമ്പനികളെ നോക്കാം. കാരണം അത് മുൻകൂട്ടി കണ്ട് നാളെ മുതലേ ചിലപ്പോൾ പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാം. നല്ല പോസിറ്റീവ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കമ്പനികളിൽ നാളെ മുതലേ മൂവ് നമുക്ക് ദൃശ്യമാകും. അതിൽ പെടുന്നത് അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്ട്, അബാർ ഇൻഡസ്ട്രീസ്, BASF. ഞാൻ വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് BASF. 1200 മുതൽ നമ്മൾ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയായിരുന്നു BASF. എനിക്കിപ്പോഴും പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള ഒരു കമ്പനിയാണ് BASF എന്ന് പറയുന്നത്. ബെയർ കോർപ്പറേഷൻ, ബ്ലൂ സ്റ്റാർ, അതുപോലെ തന്നെ കാൻഫിൻ ഹോംസ്, ദീപക് നൈട്രേറ്റ് ഓൾറെഡി നമ്മൾ റാലി കണ്ട സ്റ്റോക്കാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് വന്നില്ല എങ്കിൽ ചിലപ്പോൾ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ പ്രതീക്ഷിക്കാം. അത് നമ്മൾ UPL കണ്ടതാണ്. UPL റിസൾട്ട് വന്ന ദിവസങ്ങളിൽ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീപക് നൈട്രേറ്റ്, GSPL, JK ടയർ, ലെമൺ ട്രീ ഹോട്ടൽ, അത് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് എക്സ്പെക്ട്. ഹോട്ടൽസ് ഇൻഡസ്ട്രീസ് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. ലെമൺ ട്രീ ഹോട്ടൽ, അതുപോലെ തന്നെ സുമിറ്റോമോ കെമിക്കൽസ്, ഇത് നമ്മൾ പോസിറ്റീവായിട്ട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 220-230 റേഞ്ച് മുതൽ നമ്മളെ വാച്ച് ലിസ്റ്റിലുള്ള കമ്പനിയാണ് സുമിറ്റോമോ കെമിക്കൽസ്. നല്ല റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ വോഡാഫോൺ ഐഡിയ, മിക്കവാറും എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. വോഡാഫോൺ ഐഡിയ ഒരു പോസിറ്റീവോ, റിസൾട്ട് വലിയ പോസിറ്റീവ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മറ്റന്നാളാണ് റിസൾട്ട്. നാളെ മുതലേ അതിന്റെ പൊസിഷൻ ബിൽഡപ്പ് ഒക്കെ കണ്ടുവരാം. വേർപൂൾ ഇന്ത്യ, ഇന്ന് ഇത്രയും കമ്പനികളുടെ റിസൾട്ട് നാളെ കഴിഞ്ഞ് ഉള്ള ദിവസങ്ങളിലാണ്. നാളെയുള്ള കമ്പനികളുടെ റിസൾട്ടും ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ മറ്റന്നാളുള്ള റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ. ഹോക്കിൻസ് കുക്കർ, ഇനോക്സ് ലെഷറൊക്കെ മൈനസ് ആയിട്ടുള്ള റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം പ്രത്യേകിച്ചുള്ള ഓപ്പറേഷൻസ് ഒന്നും ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് നടന്നിട്ടില്ല. ബിർള സോഫ്റ്റ്, കാഡില ഹെൽത്ത് കെയർ ആണ്, അതുപോലെ തന്നെ കാനറ ബാങ്ക്, ഈ രണ്ട് കമ്പനികളുടെ റിസൾട്ടാണ് നാളെ പോസിറ്റീവായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജ്യോതി ലാബ് ഉള്ള കമ്പനികളും പോസിറ്റീവായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല. നാളത്തെ മാർക്കറ്റിന്റെ അവസ്ഥ നോക്കിയിട്ട് മാത്രം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നാളത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് ഒന്നും കൂടി ശ്രദ്ധിക്കുക. 11,300-350 അപ്സൈഡ് നമ്മൾ ക്യാപ്പ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ 10,850 റോവൽ സൈഡ്. ഒരു ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് 10,800. കാരണം കറക്റ്റായിട്ട് നമുക്ക് മൂവിങ് ആവറേജ് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. 800 എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പം 10,880, 11,350 റേഞ്ചിലായിരിക്കും നിഫ്റ്റി നമുക്ക് ക്യാപ്പ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, വൊക്കാഡ് 2 ദിവസമായിട്ട് 10% അപ്സൈഡ് വന്നിട്ടുണ്ട്. അത് US ആയിട്ടുള്ള ഒരു കരാറാണ്. അവരുടെ കോവിഡ് വാക്സിൻ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ BL എന്ന് പറയുന്ന സ്റ്റോക്ക്, ടെലികോം സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ന്യൂസ് ശ്രദ്ധിക്കുക. BL, BHEL ആയിട്ടുള്ള കമ്പനികൾ. അതുതന്നെ ഭാരതി ഇൻഫ്രാടെൽ ആയിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് പുറത്തു വന്നത്. സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി അവരുടെ ഒരു ബൾക്ക് ട്രേഡ് വഴി അവരുടെ ഷെയറുകൾ വിറ്റിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ന്യൂസസ് ഉണ്ട്. പക്ഷേ നമ്മൾ സമയപരിമിതി മൂലം ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞാൻ പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡിസ്കഷൻ്റെ മറ്റും പങ്കെടുക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ട്രേഡിംഗ്, കീപ്പ് ഇൻവെസ്റ്റിംഗ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.